ഹലോ എവറി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഇഫാം ലേണിംഗ് ആപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സ് അഥവാ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. ആ പേരിൽ നിന്ന് തന്നെ ഇവരെന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്തായിരിക്കും? പ്ലാസ്മ വോളിയം കുറഞ്ഞു പോകുമ്പോൾ അത് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാറ്റഗറിയാണ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് എന്ന് നമ്മൾ പറയുക. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്ലാസ്മ വോളിയം കുറഞ്ഞു പോവുക? നമുക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അതേപോലെ നമുക്ക് നല്ല രീതിയിൽ പൊള്ളലേൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമ്മുടെ പ്ലാസ്മ വോളിയം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാസ്മ എക്സ്പാൻഡേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ദേ ആർ ഹൈ മോളിക്കുലാർ വെയ്റ്റ് സബ്സ്റ്റൻസസ്. ഇമ്പോർട്ടൻ്റ് ആണ്, അവർ മോളിക്കുലാർ വെയ്റ്റ് കൂടുതലായിട്ട് വരുന്ന സബ്സ്റ്റൻസുകളാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഈ ഹൈ മോളിക്കുലാർ വെയ്റ്റ് സബ്സ്റ്റൻസുകളെ നമ്മൾ IV ആയിട്ട് നമ്മുടെ പേഷ്യൻറ്റിന് ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിൽ, അതായത് വാസ്കുലാർ കമ്പാർട്ട്മെൻറ്റിൽ ഇവർ ഓസ്മോട്ടിക് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ നമ്മൾ IV ആയിട്ട് വരെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ബ്ലഡ് വെസലിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെയാണ് വാസ്കുലാർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് നല്ല മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹെവി കോമ്പൗണ്ട്സ് അല്ലേ, അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളല്ലേ. അപ്പോൾ പ്രഷർ നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടാൻ തുടങ്ങും. ഉടനെ അടുത്തുള്ള എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്സിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഫ്ലൂയിഡിനെ ഈ ബ്ലഡ് വെസൽസിലേക്ക്, വാസ്കുലാർ കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വലിച്ചെടുക്കും. സോ പ്ലാസ്മ വോളിയം നോർമലായിട്ട് വരാൻ തുടങ്ങും. മെയിനായിട്ടും പ്ലാസ്മ എക്സ്പാൻഡേഴ്സിനെ യൂസ് ചെയ്യുന്നത് ഹൈപ്പോവൊളീമിയ മീൻസ് ഈ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് വോളിയം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. മെയിൻലി ഈ ഫ്ലൂയിഡ് വോളിയം കുറയുന്നത് പ്ലാസ്മ അല്ലെങ്കിൽ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. യൂഷ്വലി നമ്മൾ പറയുന്നത് ഹ്യൂമൻ പ്ലാസ്മ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഹ്യൂമൻ ആൽബുമിനാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്. പക്ഷേ ഇവർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് കൊളോയിഡ്സിനെ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എപ്പോഴും ഹ്യൂമൻ പ്ലാസ്മ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഹ്യൂമൻ ആൽബുമിൻ തന്നെയാണ്. അതാവുമ്പോൾ വേറെ അലർജിക് റിയാക്ഷൻസ് ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഒരു പ്ലാസ്മ വോളിയം എക്സ്പാൻഡറിന് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ പ്ലാസ്മയിൽ നമുക്കറിയാം പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്ലാസ്മ പ്രോട്ടീൻസ് എപ്പോഴും ഒരു പെർട്ടിക്കുലർ കൊളോയിഡൽ പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ പ്ലാസ്മ വോളിയം എക്സ്പാൻഡറും പ്ലാസ്മയുടെ കമ്പയറബിൾ ആയിട്ടുള്ള, പ്ലാസ്മയിൽ നോർമലായിട്ടുള്ള ഒരു ഓങ്കോട്ടിക് പ്രഷർ ഉണ്ടല്ലോ, അതിന് സമാനമായ രീതിയിലുള്ള ഓങ്കോട്ടിക് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം നമ്മുടെ പ്ലാസ്മ എക്സ്പാൻഡർ. ഇനി നമ്മൾ IV ആയിട്ട് ഇൻഫ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വാസ്കുലാർ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മുടെ പ്ലാസ്മ എക്സ്പാൻഡർ നിൽക്കണം. അല്ലാതെ ടിഷ്യൂസിലേക്ക് ലീക്ക് ഔട്ട് ചെയ്യാനോ റാപ്പിഡ്ലി ഡിസ്പോസ്ഡ് ആവാനോ ഒന്നും പാടില്ല. ഇനി ഫാർമക്കോ ഡൈനാമിക്കലി ഇവർ ഇനേർട്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വരുന്നു, നമ്മുടെ ബ്ലഡ് വെസലിൽ അല്ലെങ്കിൽ വാസ്കുലാർ കമ്പാർട്ട്മെൻറ്റിൽ ഓങ്കോട്ടിക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. അതിനപ്പുറം വേറെ മെക്കാനിസം അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ദെൻ പൈറോജനിക് ആവാൻ പാടില്ല. പൈറോജനിക് മീൻസ് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ടൊന്നും പാടില്ല. ആൻറ്റിജനിക് ആവരുത്, അതായത് അലർജിക് റിയാക്ഷൻസ് ഒന്നും കോസ് ചെയ്യാൻ പാടില്ല. ദെൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങിലോ ക്രോസ് മാച്ചിങ്ങിലോ ഒന്നും ഇൻ്റർഫെറൻസ് കാണിക്കാൻ പാടില്ല. നമുക്കറിയാം
ഇപ്പോൾ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം നമ്മൾ ക്രോസ് മാച്ചിങ് നോക്കും. ക്രോസ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന, അതായത് നമ്മുടെ റെസിപ്പിയൻറ്റും ഡോണറിൻ്റെയും രണ്ട് പേരുടെയും ബ്ലഡ് തമ്മിൽ കോമ്പാറ്റബിൾ ആണോ, കോമ്പാറ്റബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവരിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ക്രോസ് മാച്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റെസിപ്പിയൻറ്റിൻ്റെ പ്ലാസ്മ എടുക്കുക, ദെൻ നമ്മൾ ഡോണറിൻ്റെ RBC എടുക്കുക, ഇത് രണ്ടും മിക്സ് ചെയ്യുക. ഓക്കെ, റെസിപ്പിയൻറ്റിൻ്റെ പ്ലാസ്മയിൽ നമ്മുടെ ഡോണറിൻ്റെ RBCക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കും. അങ്ങനെ റിയാക്ഷൻ നടന്നാൽ നമുക്കൊരിക്കലും ആ രണ്ട് പേരിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ പ്ലാസ്മ എക്സ്പാൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പിങ്ങിലോ ക്രോസ് മാച്ചിങ്ങിലോ ഒന്നും യാതൊരുവിധ പ്രശ്നവും കാണിക്കാൻ പാടില്ല. ദെൻ ഇത് സ്റ്റേബിൾ ആയിരിക്കണം, മാത്രമല്ല അഫോർഡബിൾ ആയിരിക്കണം, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിലുള്ളതാവണം, ഈസിലി സ്റ്റെറിലൈസബിൾ ആവണം. ബിക്കോസ് നമ്മൾ ഡയറക്റ്റായിട്ട് IV ഇൻഫ്യൂഷൻ പാരൻറ്ററലി കൊടുക്കുന്നതല്ലേ, സോ ഇറ്റ് ഷുഡ് ബി ഈസിലി സ്റ്റെറിലൈസബിൾ. ഇനി പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ക്രിസ്റ്റലോയിഡ്സ് ആൻഡ് കൊളോയിഡ്സ്. ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ സോല്യുബിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ മിനറൽ സോൾട്ടുകളുടെ അക്വസ് സൊല്യൂഷൻസിനെയാണ് ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുക. എക്സാമ്പിളാണ് നോർമൽ സലൈൻ, ഡെക്സ്ട്രോസ്, റിംഗർ സൊല്യൂഷൻ, ഇതെല്ലാം. ഇനി കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലാർജർ മോളിക്യൂൾസ് ആയിരിക്കും, വാട്ടർ ഇൻസോല്യുബിൾ നേച്ചർ ആയിരിക്കും അവർക്കുണ്ടാവുക. കൊളോയിഡിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് തന്നെയാണ്. അതല്ലാതെ കോമൺലി യൂസ് ചെയ്യുന്ന കൊളോയിഡ്സ് ഡെക്സ്ട്രാൻ, ഹ്യൂമൻ ആൽബുമിൻ, ജെലാറ്റിൻ, ഇതെല്ലാമാണ്. എപ്പോഴും നമ്മൾ പറയും ക്രിസ്റ്റലോയിഡ്സിനേക്കാൾ ഏറ്റവും ബെറ്റർ കൊളോയിഡ്സ് ആണെന്ന്. ബിക്കോസ് നമ്മൾ പറഞ്ഞു കൊളോയിഡ്സ് കമ്പാരറ്റീവ്ലി ലാർജർ മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാസ്കുലാർ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഇൻട്രാവാസ്കുലാർ സ്പേസിൽ തന്നെ, അതായത് ബ്ലഡ് വെസലിൽ തന്നെ കുറേ സമയം അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ സൈസ് കൂടുതലായതുകൊണ്ട് അവർ ബ്ലഡ് വെസൽസിൽ നിന്ന് പുറത്തേക്ക് മീൻസ് ടിഷ്യൂസിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്കോ ഒന്നും അവർ ലീക്ക് ഔട്ട് ചെയ്യില്ല. അവർ എത്ര സമയം ബ്ലഡ് വെസലിൽ നിൽക്കുന്നോ അത്രയും സമയം ഓങ്കോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ പ്ലാസ്മ വോളിയം കൂടാൻ തുടങ്ങും. എങ്ങനെയാണ് കൂടുന്നത്? അടുത്തുള്ള ടിഷ്യൂസിൽ നിന്ന്, ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിൽ നിന്നെല്ലാം ഫ്ലൂയിഡിനെ നമ്മൾ പ്ലാസ്മയിലേക്ക് കൊണ്ടുവരും. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അതുകൊണ്ട് തന്നെ കൊളോയിഡ്സിന് ക്രിസ്റ്റലോയിഡ്സിനേക്കാൾ കൂടുതലായിരിക്കും. ദെൻ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലാസ്മ എക്സ്പാൻഡേഴ്സിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഹ്യൂമൻ ആൽബുമിൻ, ഡെക്സ്ട്രാൻ, പോളിജെലിൻ, ഹെറ്റാസ്റ്റാർച്ച്.